ത്രിയേക ദൈവത്തിന് സ്തുതി. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ സഭയുടെ കൂദാശകളെക്കുറിച്ചുള്ള ഈ പഠന ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് പരിശുദ്ധ സഭയുടെ വിവാഹ കൂദാശയെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. ദൈവം സ്ഥാപിച്ച അതിപ്രധാനമായ ഒരു കൂട്ടായ്മയാണ് കുടുംബം. വിവാഹത്തിലൂടെ പരസ്പരം ബന്ധിതരാകുന്ന ദമ്പതികളാണ് കുടുംബത്തിന് രൂപം കൊടുക്കുന്നത്. വിഭജിക്കുവാൻ പാടില്ലാത്ത സ്നേഹത്തിൻ്റെ ഐക്യമാണ് വിവാഹമെന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിവാഹം സ്നേഹത്തിൻ്റെ ഒരു രഹസ്യമാണ്. ദമ്പതികൾ തമ്മിലുള്ളതായ ഒരു ഐക്യത്തിന് പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് ആത്മീയ ഐക്യമാണ്. ഒരു പുരുഷനും സ്ത്രീയും അവരിൽ നിലനിൽക്കുന്നതായ ആത്മീയത, അവർക്ക് യോജിച്ചതായ ഒരു ഇണയെ കണ്ടെത്തുവാനും അതിലുപരിയായി അവരുമായിട്ട് പൊരുത്തപ്പെടുവാനും അങ്ങനെ വിവാഹത്തിലൂടെ ഒന്നിച്ച് ജീവിക്കുവാനുമുള്ളതായ സാഹചര്യം അവരിൽ ഒരുക്കുകയാണ്. കുടുംബ ജീവിതത്തിലെ മറ്റൊരു ഘടകമാണ് മാനസികവും ശാരീരികവുമായുള്ള അടുപ്പം. ഒരു പുരുഷനും സ്ത്രീയുമായുള്ള മാനസിക അടുപ്പത്തിൻ്റെ അല്ലെങ്കിൽ പരസ്പര സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ് അവർ വിവാഹം എന്ന കൂദാശ വഴി ഒന്നായി ചേരുവാൻ ആഗ്രഹിക്കുന്നത്. തുടർന്നുള്ള അവരുടെ ജീവിതത്തിലും ഈ മാനസിക ശാരീരിക അടുപ്പമുണ്ടാവുകയും അത് നിലനിർത്തുകയും ചെയ്യുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ അവരുടെ കുടുംബജീവിതം ഏറ്റവും ഐശ്വര്യപ്രദമായി തീരുകയുള്ളൂ. വിവാഹ കൂദാശയുടെ അടിസ്ഥാനം എന്താണെന്ന് നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആദാമിന് തന്നെ പോലെയുള്ള ഒരു സഹായിയെ കണ്ടെത്തിയില്ല എന്ന്. എന്നാൽ സ്വന്തം അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളതായ ഒരു ഇണയെ ആദാമിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്, അത് അവന് യോജിച്ചതായ ഇണയായി മാറി. തന്നിമിത്തം പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ട് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും, അവർ രണ്ടും ഒരു ജഡമായി തീരുമെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഏദന്റെ പർദീസായിൽ വെച്ച് ദൈവം സൃഷ്ടിച്ച് കൂട്ടിച്ചേർത്തപ്പോൾ അവിടെ ഒരു കുടുംബം ഉണ്ടാവുകയാണ്. ആദത്തിനെയും ഹവ്വായെയും ദൈവം യോജിപ്പിച്ചപ്പോൾ അത് ആദ്യത്തെ വിവാഹമായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കും. കാരണം പുരുഷൻ പൂർണ്ണനാകുന്നതും അവൻ്റെ ഏകതയ്ക്ക് അല്ലെങ്കിൽ ഏകാന്തതയ്ക്ക് പരിഹാരമുണ്ടാവുന്നതും ഈ ഒരുമിപ്പിലൂടെയാണ്, ഈ യോജിപ്പിലൂടെയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തുണയോട് കൂടുമ്പോഴാണ് അത് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി പഴയ നിയമ പുസ്തകത്തിൽ വിവാഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അതേക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആദാം ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന വാക്യത്തിൽ നിന്നും വിവാഹം ഏകാന്തതയിൽ നിന്ന് കൂട്ടായ്മയ്ക്കും അതുപോലെ തന്നെ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കും എത്തിക്കുന്ന സംഗതിയാണെന്ന് ന്യായമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തുവിൻ. ഈ വാക്യത്തിലൂടെ തലമുറകൾ സൃഷ്ടിക്കപ്പെടേണ്ടത് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും അവർ വളരേണ്ടത് മാതാപിതാക്കളുടെ തണലിലാണെന്ന് കാണിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു:
ദൈവം തന്റെ സ്വരൂപത്തിൽ ആദാമിനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പം ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിക്കുന്നത്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കുകയാണ്. ഈ വചനം അനുസരിച്ച് മനുഷ്യൻ എന്നത് സ്ത്രീയും പുരുഷനും ചേർന്നതാണ്. അതായത് പുരുഷൻ പകുതി സ്ത്രീ പകുതി, അങ്ങനെ രണ്ടുപേരും കൂടി ചേരുമ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായി തീരുന്നു. അപ്പോൾ ഏക ശരീരമായി തീരുക എന്നതിലൂടെ ശാരീരികമായ ബന്ധത്തെക്കാൾ ഉപരിയായി പരസ്പര കൂട്ടായ്മയിലൂടെ പൂർണ്ണതയിൽ എത്തിച്ചേരുക എന്നുള്ളതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ പഴയ നിയമം അനുസരിച്ച് വിവാഹിതനായ ഒരു പുരുഷനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം എപ്രകാരമാണ് തന്റെ ആദ്യത്തെ വർഷം ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ആവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ച ഉടനെ അവൻ യുദ്ധത്തിന് പോകരുത്, അവൻ യാതൊരു കാര്യത്തിനും പോകേണ്ടതില്ല, ഭാരവും ചുമത്തരുത്. അവനൊരു സംവത്സരം വീട്ടിൽ സ്വതന്ത്രനായിരുന്ന് താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. അപ്പൊ ഇവിടെ പറയുന്നത്, വിവാഹം കഴിച്ചതായ ഒരു പുരുഷൻ, അന്നത്തെ കാലങ്ങളിൽ അവരൊക്കെയും പുരുഷ പ്രജയൊക്കെയും യുദ്ധത്തിന് പോയി അവരുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതായ രീതി ഉണ്ടായിരുന്നു. എന്നാൽ വിവാഹിതനായ ഒരു പുരുഷൻ ഒരു വർഷത്തേക്ക് യുദ്ധത്തിന് പോകരുത്, അവന്റെ മേൽ മറ്റൊരു ഭാരവും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ മറ്റൊരു റെസ്പോൺസിബിലിറ്റിയും അവന് കൊടുക്കാതെ അവൻ വിവാഹം ചെയ്തതായ ഭാര്യയോട് കൂടിയിരുന്ന് അവളെ സന്തോഷിപ്പിക്കുവാനും അവളുടെ കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യുവാനുമായിട്ട് അവനെ സ്വതന്ത്രമായിട്ട് വിടണം എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് കാണിക്കുന്നത് വിവാഹ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെയും അതിന്റെ കരുതലിനെയും അതിന്റെ ഐക്യത്തെയും സ്നേഹത്തെയുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണ് ദൈവം അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്നതായ കൽപ്പനയിൽ അപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പഴയ നിയമത്തിൽ വിവാഹത്തെ ദൈവവും ഇസ്രായേലും തമ്മിലുള്ളതായ ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ദാമ്പത്യ സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായി കാണിച്ചിരുന്നത് ദൈവത്തിന് ഇസ്രായേൽ ജനതയോടുള്ളതായ ആ സ്നേഹമായിരുന്നു. അതാണ് ഹോശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിശ്വസ്ത ഭാര്യയായ ഗോമറിനോട് ആത്മാർത്ഥമായ സ്നേഹം കാണിച്ച് വിവാഹ ജീവിതം പരസ്പരം അകന്നു കഴിയേണ്ടതല്ല എന്നും ഐക്യത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണെന്നും ഹോശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 3-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇസ്രായേലിനെ ദൈവം സ്നേഹിച്ചതുപോലെ ആ ദൈവവും ഇസ്രായേലും തമ്മിലുള്ളതായ ആ പരസ്പര ബന്ധം, ആ സ്നേഹം വിവാഹ ജീവിതത്തിന് മാതൃകയായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ 18-22 സദൃശ്യവാക്യങ്ങൾ പറയുന്നു, ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവന് ഭാഗ്യം, അവൻ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും. അപ്പം തനിക്ക് തുണയായ ഉത്തമയായ ഒരു ഭാര്യയെ കണ്ടെത്തുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. കാരണം കർത്താവിൽ നിന്ന് അവൻ അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് ഉത്തമയായ ഒരു ഭാര്യയെ, ഒരു പുരുഷന് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പം പരസ്പര ബന്ധങ്ങളുടെ ആഴവും ആത്മാർത്ഥ സ്നേഹത്തിന്റെ സന്തോഷവും അതിന്റെ പൂർണ്ണതയുടെ ഒരുമിപ്പുമായി പഴയ നിയമ പുസ്തകത്തിൽ വിവാഹ ജീവിതത്തെ വിവക്ഷിക്കുകയാണ്. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള പഴയ നിയമ വീക്ഷണത്തെ ഒരു പുതിയ തലത്തിലേക്ക് യേശു തമ്പുരാൻ കൊണ്ടുവരുന്നതായി നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സൃഷ്ടികർമ്മത്തിൽ ദൈവം വിഭാവനം ചെയ്ത കുടുംബം എന്ന ആശയത്തിന്റെ ലംഘനമാണ് വിവാഹമോചനമെന്ന് യേശു തമ്പുരാൻ തന്റെ പ്രബോധനങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, വിവാഹമോചിതനായ വ്യക്തികളെ വിവാഹം കഴിക്കുന്നതും വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതാണെന്ന് യേശു വ്യക്തമാക്കുന്നതിലൂടെ വിവാഹം എന്ന കർമ്മം ആഴമേറിയ ലക്ഷ്യം, അല്ലെങ്കിൽ വിവാഹം എന്ന കർമ്മത്തിന്റെ ആഴമേറിയ ലക്ഷ്യം ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്നേഹവും ഐക്യവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഈ ലോകത്തിൽ വെച്ച് ആരംഭിക്കുന്നതായ
ഈ ശ്രേഷ്ഠമായ കുടുംബ ജീവിതം, ഈ കുടുംബ സംവിധാനം അല്ലെങ്കിൽ വിവാഹ ജീവിതം അത് മരണത്തോടുകൂടി മാത്രമേ അവസാനിക്കുന്നുള്ളൂ. മരണത്തോടുകൂടി മാത്രം അവസാനിക്കുന്ന ഒരു ബന്ധവുമാണ്. അവിടെ മരണത്തിന് ശേഷം പിന്നീട് വിവാഹം നടക്കുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാരില്ല. അതിനെക്കുറിച്ചൊക്കെ സുവിശേഷത്തിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തില് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ മരിച്ചവർ ഉയർക്കുമ്പോൾ അവർ വിവാഹം ചെയ്യാറില്ല, സ്ത്രീകൾ പുരുഷന്മാർക്ക് ഭാര്യമാരാകുന്നുമില്ല, പിന്നെയോ അവർ സ്വർഗത്തിൽ ദൈവത്തിന്റെ മാലാഖമാരെ പോലെ അത്രേ. അപ്പൊ മരിച്ചവർ ഉയർക്കുമ്പോൾ അവർ വിവാഹം ചെയ്യാറില്ല, സ്ത്രീകൾ പുരുഷന്മാർക്ക് ഭാര്യമാരാകുന്നില്ല, പിന്നെയോ അവർ ദൈവത്തിന്റെ മാലാഖമാരെ പോലെ വസിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ വെച്ച് ആ ബന്ധം അവസാനിക്കുകയാണ്. എന്നാൽ വരുവാനിരിക്കുന്ന ലോകത്തിൽ ഒരു നല്ല ജീവിതം ലഭിക്കണമെങ്കിൽ, അവിടെ ദൈവത്തിന്റെ മാലാഖമാരെ പോലെ ആകണമെങ്കിൽ, കുടുംബ ജീവിതത്തിലൂടെ ദൈവവുമായിട്ടൊരു ബന്ധം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആ ദൈവ പദ്ധതിയിൽ പങ്കാളികളാകുവാൻ നമുക്കും സാധിക്കുകയുള്ളൂ. അപ്പം ലോകത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്നും, അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യ വേർപിരിക്കരുത്. അപ്പം ദൈവം യോജിപ്പിച്ച ആ വിവാഹ ജീവിതത്തിൽ അനാവശ്യമായ അസ്വസ്ഥതകള് അത് ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് തടസ്സം ഉണ്ടാക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ച് ജീവിക്കുവാൻ വിവാഹ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടയാളമായി വിവാഹത്തെ പുതിയ നിയമത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി വിവാഹം എന്ന കൂദാശയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആദിമ സമൂഹങ്ങളിൽ വിവാഹം ഒരു മതപരമായ ചടങ്ങ് ആയിരുന്നില്ല. അക്കാരണത്താൽ തന്നെ വിവാഹത്തെ ഒരു കൂദാശയായി ആ കാലഘട്ടങ്ങളിൽ പരിഗണിച്ചു വരുന്നില്ല. യഹൂദ, ഗ്രീക്ക്, റോമൻ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചും അതാത് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നതായ സിവിൽ നിയമങ്ങൾക്കും വിധേയമായി മതഗ്രന്ഥങ്ങൾ അനുശാസിക്കുന്ന പ്രകാരം അന്നത്തെയൊക്കെ വിവാഹ ജീവിതവും കുടുംബജീവിതവും ഒക്കെ നടന്നിരുന്നു. എന്നാൽ ക്രൈസ്തവ സഭ വളർന്നു വന്നപ്പോൾ സാമൂഹികമായ വ്യവസ്ഥിതിയും സിവിൽ നിയമങ്ങളും വിവാഹ നിശ്ചയത്തിനും അതുപോലെ വിവാഹത്തിനും വിവാഹ മോചനത്തിനും നൽകിയിരുന്നതായ വ്യത്യസ്ത രീതികൾ ആയിരുന്നു. അന്നത്തെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സഭ വളർന്നു വന്നപ്പോൾ ഈ സാമൂഹികമായിട്ടുള്ള സിവിൽ നിയമങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. വിവാഹത്തെക്കുറിച്ച്, വിവാഹ നിശ്ചയത്തെക്കുറിച്ച്, അതുപോലെ തന്നെ വിവാഹ മോചനത്തെക്കുറിച്ചൊക്കെ ഉള്ളതായ പല കാര്യങ്ങളും ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിട്ട് നിലനിന്നിരുന്നു. ആ പ്രത്യേക രീതികൾ കൊണ്ട് അന്നുള്ള ആളുകള് പൂർണ്ണമായിട്ടും വിവാഹം കഴിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ അത്ര അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹായും 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പൗലോസ്ലീഹായും അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. 1 കൊരിന്ത്യർ 7:38-40 ആകയാൽ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നവൻ ചെയ്യുന്നത് നല്ലത്. ഒരുവൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കുന്നെങ്കിലോ അത് ഏറെ നല്ലത്. തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിയമത്താൽ ഭാര്യ ബന്ധിതയായിരിക്കുന്നു. എന്നാൽ ഭർത്താവ് നിദ്ര പ്രാപിച്ചാലോ അവൾക്ക് ഇഷ്ടമുള്ളവന് ഭാര്യയാകുവാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മുടെ കർത്താവിൽ ആയിരിക്കണം. എന്നാൽ അവൾ എൻ്റെ അഭിപ്രായ പ്രകാരം ജീവിതം നയിച്ചാൽ അവൾക്ക് ഭാഗ്യം. അപ്പം ഇവിടെ പറയുന്നത്, പൗലോസ്ലീഹ പറയുന്നത്, ഒരു കന്യകയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നവൻ ചെയ്യുന്നത് നല്ലത്, എന്നാൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ അവൻ ചെയ്യുന്നത് ഏറെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം ഭാര്യ ഭർത്ത ബന്ധം അന്നുണ്ടായിരുന്നതായ ആ സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് നിയമത്താൽ ബന്ധിതയാണ്. അപ്പോൾ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾക്ക് ആ നിയമത്തിന്റെ പറയുന്ന പ്രകാരം പ്രവർത്തിക്കേണ്ടതാണെന്നും, എന്നാൽ പിന്നീട് അവൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും, എന്നാൽ അത് കർത്താവിലായിരിക്കണമെന്നും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. അതായത് മോശപ്പെട്ട ജീവിതത്തിലേക്ക് പോകാതെ നല്ല അവസ്ഥയിൽ ദൈവത്തിന് ചേർന്ന വിധത്തിൽ അവൾ ജീവിക്കണമെന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്.
അപ്പൊ വിവാഹം സംബന്ധിച്ചും വിവാഹമോചനം സംബന്ധിച്ചിട്ടുമുള്ളതായ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ ക്രൈസ്തവ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ അന്നത്തെ ക്രൈസ്തവരിൽ വലിയ സ്വാധീനങ്ങൾ വരുത്തി. സിവിൽ അധികാരികളിൽ നിന്നും അതുപോലെ സിവിൽ കോടതികളിൽ നിന്നുമുള്ള വിവാഹം സാവധാനം സഭയിലേക്ക് കടന്നു വരുവാനായിട്ട് തുടങ്ങി. അപ്പൊ അതുവരെ ആ നിയമസംഹിതയ്ക്കനുസരിച്ച് നടന്നിരുന്ന പല കാര്യങ്ങളും പിന്നീട് സഭയിലേക്ക് കടന്നു വരുവാനായിട്ട് തുടങ്ങിയപ്പോൾ റോമൻ സാമ്രാജ്യം ക്രൈസ്തവ മതം സ്വീകരിച്ചു കഴിഞ്ഞ് ഈ വിവാഹ നിയമങ്ങൾ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ പുതുക്കുകയും ഒരു പുതിയ സംവിധാനത്തിലേക്ക് അത് ഉയർത്തുകയും ചെയ്തു അന്നുണ്ടായിരുന്ന വിവാഹ രീതികൾ. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വിവാഹ നിശ്ചയ നിയമങ്ങൾ പൗരസ്യ സ്വാധീനത്താലാണോ അതോ ക്രൈസ്തവ സഭയുടെ സ്വാധീനത്താലാണോ കോൺസ്റ്റന്റൈൻ ഇപ്രകാരം ഒരു പുതിയ പരിഷ്കാരം വരുത്തിയതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിൽ തന്നെയും കോൺസ്റ്റന്റൈന്റെ ഈ പരിഷ്കരിച്ച നിയമങ്ങൾ കൂടുതലും ആ കാലത്തിലുള്ള ക്രൈസ്തവ ആചാരങ്ങളും അതുപോലെ രീതികളും അനുസരിച്ചായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ നടന്നിരുന്നതായ സുന്നതദോസ് നിശ്ചയങ്ങളുടെ അല്ലെങ്കിൽ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്രോഡീകരിച്ചതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ക്രൈസ്തവ മേലധ്യക്ഷന്മാര് വിവാഹ മോചനത്തിന് അനുവാദം നൽകിയിരുന്നില്ല. വിവാഹത്തിന് ശേഷം വിവാഹ മോചനത്തിന് അനുവാദം നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ പുനർവിവാഹത്തിനും ആദ്യകാലങ്ങളിൽ അനുവാദം നൽകിയിരുന്നില്ല. കാരണം അവർ പറയുന്നത് വിവാഹം എന്നും നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണ്, അതായത് അതിന് മാറ്റമില്ലാത്തതാണ്. അപ്പോൾ അപ്രകാരമുള്ള പഠിപ്പിക്കലായിരുന്നു ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം വിവാഹത്തെക്കുറിച്ചുള്ള സഭയുടെ നിയമങ്ങള്, സഭാ നിയമങ്ങളെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലിനെ കുറിച്ചും അവര് ജനത്തെ ബോധവാന്മാരാക്കി. അത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള വിവാഹ ശുശ്രൂഷയാണ് ആയിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇപ്രകാരം പല കാര്യങ്ങളും പിന്നീട് വന്നപ്പോൾ ആ വിവാഹ കൂദാശയുമായി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള വിവാഹ കൂദാശ അല്ലെങ്കിൽ വിവാഹത്തെ ഒരു പ്രത്യേക കൂദാശയായി മാറ്റേണ്ടതായ ആവശ്യം സഭയ്ക്കുണ്ടാവുകയും അപ്രകാരം വിവാഹം പ്രത്യേകമായ ഒരു കൂദാശയായി തുടർന്ന് പരിഗണിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ വിവാഹ നിശ്ചയമൊക്കെ നടന്നിരുന്ന ആ കാലങ്ങളിൽ വിവാഹ നിശ്ചയം നടന്നിരുന്ന ഒരു പെൺകുട്ടിയെ ഭാര്യ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സഭയുടെ പിതാവായിരുന്ന അംബ്രോസ്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ ഉണ്ടായിരുന്ന ആദിമകാലത്തുണ്ടായിരുന്നതായ ഒരു പിതാവ്, അദ്ദേഹം വിവാഹം കഴിഞ്ഞിരുന്ന പെൺകുട്ടിയെ ഭാര്യ എന്നാണ് വിളിച്ചിരുന്നത്. ഇവിടെ ആ ശാരീരികമായ ബന്ധത്തെയല്ല, മറിച്ച് അവരുടെ വിവാഹ നിശ്ചയം കഴിയുമ്പോൾ അത് വിവാഹത്തിന്റെ ഒരു തുടക്കമായി ആ കാലഘട്ടങ്ങളിൽ കരുതിയിരുന്നു. നമുക്ക് ഇത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും അതുപോലെ 1-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ കന്യാമറിയാമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇവിടെ കന്യാമറിയാമിന്റെ യൗസേപ്പുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ് പറയുന്നത് അവളുടെ ഭർത്താവായ യൗസേപ്പ് എന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പം വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ, എന്നാൽ സുവിശേഷൻ ഉപയോഗിക്കുന്ന അവളുടെ ഭർത്താവായ ആ കാലങ്ങളിൽ ആ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവിന്റെ ദൂതൻ അവനോട് യൗസേപ്പിനോട് സ്വപ്നത്തിൽ അവന് ദർശനം കിട്ടുമ്പോൾ അവൻ കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു എന്നാണ്. അപ്പൊ അത് അപ്പോഴും കന്യാമറിയാം അവന് ഭാര്യയായിട്ടില്ല. എന്നാൽ ആ കാലങ്ങളിൽ വിവാഹ നിശ്ചയം നടത്തിയ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കരുതിയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റ് ആത്മീയമായ ബന്ധം മാത്രമേ വിവാഹത്തിന് മുമ്പ് അവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വിവാഹം ഒരു കൂദാശയാണെങ്കിലും എല്ലാ വിവാഹങ്ങളും കൂദാശയാവുകയില്ല. പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം, വിവാഹം ഒരു കൂദാശയാണ്, എന്നാൽ എല്ലാ വിവാഹങ്ങളും കൂദാശയായി മാറുന്നില്ല. കാരണം സഭയിൽ നടക്കുന്ന യഥാർത്ഥമായതും അംഗീകരിക്കപ്പെട്ടതായ പുരോഹിത വർഗത്താലും ആശീർവദിക്കപ്പെടുന്ന വിവാഹങ്ങൾ മാത്രമേ കൂദാശയായിട്ട് പരിഗണിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റ് വിവാഹങ്ങളൊന്നും ആ രൂപത്തിൽ നമുക്ക് സഭയ്ക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതിൽ നിന്ന് കാരണം ഈ പ്രകാരം നടത്തുന്നതായ വിവാഹ കർമ്മങ്ങളിൽ മാത്രമേ പരിശുദ്ധ റുഹായുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. കാരണം വിവാഹം
പുരുഷനും സ്ത്രീയും തമ്മിൽ ജീവിത അവസാനം വരെ ഒന്നിച്ചു പോകുവാൻ അല്ലെങ്കിൽ സ്വയം ബന്ധിക്കുന്നതും അവരുടെ കടമകൾ പരസ്പരം നിർവഹിക്കുന്നതിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതുമായ ഒരു കൂദാശയാണ്. അപ്പൊ ജീവിത അവസാനം വരെ ഒന്നിച്ചു പോകുവാനുള്ള ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുന്നതായ ഒരു കൂദാശ. അതിനവരെ പരസ്പരം ബന്ധിക്കപ്പെട്ട് അവരെ ഒന്നാക്കുന്നതായ കൂദാശ. അത് സഭയുടെ അംഗീകൃതമായ പുരോഹിതന്മാരുടെ കൈകളാൽ അവര് നിർവഹിക്കുമ്പോൾ ആ കൂദാശയ്ക്ക് പ്രാധാന്യമുണ്ടാവുകയാണ്. അതിനെ ദൈവം അംഗീകരിക്കുകയാണ്. ആ കൂദാശകളെ ശ്രേഷ്ഠമായി മാറുകയും ചെയ്യുകയാണ്. ഇപ്പം വിവാഹ കൂദാശയെക്കുറിച്ച് സ്വർണ്ണനാവുകാരനായ യോവാനിയോസ് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വിശുദ്ധിയിലേക്കുള്ള ദൈവവിളിയാണ് വിവാഹമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിശുദ്ധിയിലേക്കുള്ള ദൈവവിളിയാണ് വിവാഹം. ഇപ്പൊ ദൈവവിളിയെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത് പൗരോഹിത്യ ശ്രേണിയിലേക്ക് വരുന്നത് അതൊരു ദൈവവിളിയാണ്. അതുകൊണ്ടാണ് ആ ദൈവവിളി അനുസരിച്ച് ആ പൗരോഹിത്യ ശ്രേണിയിലേക്ക് പോയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ വിവാഹത്തെക്കുറിച്ച് യോവാനിയോസ് പറയുന്നതും ഇത് തന്നെയാണ്. വിവാഹം ഒരു ദൈവവിളിയാണ്, വിശുദ്ധിയിലേക്കുള്ള ഒരു ദൈവവിളി. വിവാഹം എന്ന കൂദാശയിലൂടെ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ആ സ്ത്രീയുടെയും പുരുഷന്റെയും മധ്യത്തിൽ മെസ്സിയായുടെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ട് അധാർമികമായ വഴികളിലൂടെ സഞ്ചരിച്ച് അല്ലെങ്കിൽ അപ്രകാരമുള്ള അധാർമിക വഴികളിലൂടെ സഞ്ചരിച്ച് പുരുഷനെയും സ്ത്രീയെയും മോശമാക്കുന്ന ഒരു കാര്യങ്ങളും വിവാഹ ബന്ധത്തിലൂടെ ഉണ്ടാവരുതെന്ന് പ്രത്യേകമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധിയിലേക്കുള്ള ദൈവവിളിയായി വിവാഹത്തെ കരുതുന്നത്. അപ്പം വിവാഹ കൂദാശ വിശുദ്ധിയിലേക്കുള്ള ഒരു ദൈവവിളിയാകുമ്പോൾ ഈ ദൈവവിളിയെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പൗലോസ്ലീഹ പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 7:1-2 വാക്യങ്ങളിലും പൗലോസ്ലീഹ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: നിങ്ങൾ എനിക്ക് എഴുതിയവയെ കുറിച്ചാകട്ടെ, സ്ത്രീയോട് അടുക്കാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത്. എങ്കിലും വ്യഭിചാരദോഷം വരാതിരിക്കാനായിട്ട് ഓരോരുത്തരും ഭാര്യയെയും ഓരോ സ്ത്രീയും സ്വന്തം ഭർത്താവിനെയും സ്വീകരിച്ചു കൊള്ളട്ടെ. ഇവിടെ പറയുന്നത് സ്ത്രീയോട് അടുക്കാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത്. എങ്കിലും വ്യഭിചാരദോഷം ഉണ്ടാകാതിരിക്കുന്നതിന് ഒരു സ്ത്രീ ഒരു ഭർത്താവിനെയും അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയെയും ഒരു സ്ത്രീയെയും സ്വീകരിച്ചു കൊള്ളണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് വിവാഹം ചെയ്യുന്നതിനേക്കാൾ ഉപരി വിവാഹം ചെയ്യാതിരിക്കുന്നതാണ്. അത് അവരെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ള രീതിയായിരുന്നു. എന്നാൽ മറ്റ് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും ഒരു ഭാര്യയെയും ഒരു സ്ത്രീ ഒരു ഭർത്താവിനെയും ഒരു ഭർത്താവ് ഒരു സ്ത്രീയെയും സ്വീകരിക്കണമെന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ വിവാഹം എന്ന വിശുദ്ധ കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭർത്താവിന് തന്റെ ഭാര്യയെ മറക്കുവാനോ അവളോട് അവിശ്വസ്തത കാണിക്കുവാനോ കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ തിരിച്ചും ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനെ മറക്കുവാനോ അവനോട് അവിശ്വസ്തത കാണിക്കുവാനോ സാധിക്കില്ല. അത്ര ശ്രേഷ്ഠമാണ് വിവാഹം, അത്ര ശ്രേഷ്ഠമാണ് വിവാഹ കൂദാശ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ സഭ വിവാഹത്തെക്കുറിച്ച് ഉള്ളതായ പഠിപ്പിക്കൽ, പരിശുദ്ധ സഭയുടെ പഠിപ്പിക്കലിൽ വിവാഹത്തെ കുറിച്ചുള്ളതായ പഠിപ്പിക്കൽ തൃത്വിക കൂട്ടായ്മയ്ക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ തൃത്വത്തിന് വലിയ സ്ഥാനം, അല്ലെങ്കിൽ ആ തൃത്വത്തിന്റെ കൂട്ടായ്മ പോലെ, ആ തൃത്വത്തിന്റെ ബന്ധം പോലെ വിവാഹ കൂദാശയെ സഭ വിലയിരുത്തുന്നുണ്ട്. ക്രിസ്തുവിലൂടെ ലോകത്തിന് വെളിപ്പെട്ട ആ തൃത്വിക കൂട്ടായ്മയുടെ മാതൃകയിൽ സഭയിൽ സ്ത്രീ പുരുഷ വിവാഹം കൂട്ടായ്മയിൽ എത്തുന്നു എന്നാണ് സഭ പറയുന്നത്. അപ്പൊ ആ ട്രിനിറ്റി എപ്രകാരമാണോ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തമ്മിൽ വേർപിരിയാതെ ഒന്നിച്ചുള്ളതായ ഒരു കൂട്ടായ്മയായി വിവാഹത്തെ പരിശുദ്ധ സഭ കാണുന്നുണ്ട്. ഇപ്പം ക്രിസ്തുവും സഭയും തമ്മിലുള്ള കൂട്ടായ്മ പോലെ വിവാഹ ബന്ധത്തിലും ഒരു കൂട്ടായ്മ ഉടലെടുക്കുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ വിവാഹ ജീവിതവും ഒരു വലിയ രഹസ്യമാണ്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു രഹസ്യം. അതുപോലെ തന്നെയാണ് വിവാഹ ജീവിതത്തിലും ഉണ്ടാകുന്നത്. പൗലോസ്ലീഹായുടെ ദർശനങ്ങളെ, പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 32-ാമത്തെ വാക്യം 5-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്നതായ ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ ആ വലിയ ആ ദർശനങ്ങളെ സഭ ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളെ കുറിച്ച് സഭാപിതാവായ അഫ്രേം പറയുന്നത്,
മശിഹ ഉന്നതത്തിലുള്ള തന്റെ പിതാവിനെയും ഭൂമിയിലുള്ള തന്റെ മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ സഭയ്ക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു. താൻ സ്നേഹിച്ച സഭയ്ക്ക് തന്റെ മരണത്തിലൂടെ ജീവൻ നൽകേണ്ടതിനും അവളെ വളർത്തേണ്ടതിനും തന്റെ രാജ്യത്തിലേക്ക് അവളെ കൊണ്ടുവരേണ്ടതിനുമാണ് അവൻ മരിച്ചത്. അപ്പോൾ സ്വർഗത്തിലുള്ള പിതാവിനെയും ഭൂമിയിലുള്ള മാതാവിനെയും വിട്ട് തന്റെ സഭയെ തന്നോട് ചേർക്കുവാൻ, തന്റെ ജീവിതം അവൾക്ക് വേണ്ടി സമർപ്പിക്കുവാൻ, അവളെ പരിപോഷിപ്പിക്കുവാൻ, അവളെ വളർത്തുവാൻ താൻ അവൾക്ക് വേണ്ടി മരിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. തുടർന്ന് അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വിവാഹത്തെ തള്ളിപ്പറയുന്നവൻ കൈപ്പുള്ള കനിയാണ്. വിവാഹത്തെ തള്ളിപ്പറയുന്നവൻ കൈപ്പുള്ള കനിയാണ്. അവൻ തന്റെ ഉത്ഭവത്തെയാണ് നിഷേധിക്കുന്നത്. കാരണം വിവാഹത്തെ തള്ളിപ്പറയുന്നവൻ അവൻ വിവാഹബന്ധം വിശുദ്ധമാണെന്നുള്ള സത്യം തിരിച്ചറിയുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. വിവാഹബന്ധം വിശുദ്ധമാണ്. ആ വിവാഹ കൂദാശ വിശുദ്ധ കൂദാശയാണ്. അപ്പോൾ വിവാഹത്തെ തള്ളിപ്പറയുന്നവൻ കൈപ്പുള്ള കനിയാണ്, അല്ലെങ്കിൽ കൈപ്പുള്ള ഫ്രൂട്ടാണ് എന്നാണ് അഫ്രൈം പറയുന്നത്. എന്നാൽ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ആദിമകാലങ്ങളിൽ വിവാഹം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വിവാഹിതരാകാതെ ജീവിക്കുന്നതാകുന്നു എന്നുള്ള ഒരു പഠിപ്പിക്കൽ സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുറിയാനിക്കാരനായ അല്ലെങ്കിൽ സുറിയാനി സഭ പിതാവായ അഫ്രഗാത്ത് പറയുന്നത് ഇപ്രകാരമാണ്: വിവാഹം ഉത്തമമാണെങ്കിലും ദൈവവുമായുള്ള പൂർണ്ണ ഐക്യത്തിൽ എത്തിച്ചേരുവാൻ വിവാഹത്തെക്കാൾ ശ്രേഷ്ഠമായ മാർഗം കന്യാവ്രതമാണ്. അപ്പം വിവാഹം ഉത്തമമാണെങ്കിലും ദൈവവുമായുള്ള പൂർണ്ണമായ ഐക്യത്തിൽ എത്തിച്ചേരുന്നതിന് വിവാഹത്തെക്കാൾ കൂടുതൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം പറയുകയാണ്, സ്വർഗം ഭൂമിയേക്കാൾ നല്ലതായിരിക്കുന്നത് പോലെ, സൂര്യൻ ചന്ദ്രനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെയാണ് കന്യാവ്രതം വിവാഹത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത്. അതായത് വിവാഹം കഴിക്കാതിരിക്കുന്നത് കഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലുള്ള പിതാക്കന്മാരുടെ സഭയുടെ പഠിപ്പിക്കൽ അപ്രകാരമായിരുന്നു. കാരണം അന്ന് ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് ആ ദൈവവുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാണ്. ഇനിയും അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുവാനുള്ളത് വിവാഹ കൂദാശയും മറ്റുള്ള സഭയിലെ കൂദാശകളുമായിട്ടുള്ള ബന്ധങ്ങൾ. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത് സഭയുടെ കൂദാശകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് വ്യത്യസ്തമായ അനുഷ്ഠാന രീതികൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അതിലാണെങ്കിലും ദൈവശാസ്ത്രപരമായി ഓരോ കൂദാശയും പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് സഭയിൽ ഉള്ളത്. അപ്പം മാമോദിസായെക്കുറിച്ച് ഒന്നാമതായിട്ട് ചിന്തിക്കുമ്പോൾ മാമോദിസായും വിവാഹ കൂദാശയും തമ്മിൽ എപ്രകാരമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് മാമോദീസ മണവാളനോടൊരുമിച്ച് വിവാഹ വിരുന്നിലേക്കുള്ളതായ പ്രവേശനമാണ്. മണവാളൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവുമായിട്ട് ഒരുമിച്ചുള്ള വിവാഹ വിരുന്നിലേക്കുള്ള പ്രവേശനമായിട്ടാണ് സഭാപിതാക്കന്മാർ മാമോദീസയെ കണക്കാക്കുന്നത്. അപ്പൊ സഭയുടെ വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ ചൊല്ലുന്ന ഒരു ഭാഗമുണ്ട്: നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദയോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അപ്പം ഇവിടെ പറയുന്ന കാര്യങ്ങൾ, വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ അനുഗ്രഹങ്ങൾ നീ കൊടുത്തു, പരിമള വാസന കൊണ്ട് അവളെ നീ പൂശി, അതുപോലെ തന്നെ മഹത്വ വസ്ത്രം അവളെ നീ ധരിപ്പിച്ചു, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും നീ അവൾക്ക് വിവാഹ നിശ്ചയം നടത്തി. ഇതൊക്കെയും മാമോദീസായിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ മാമോദീസായിലേക്ക് കടന്നു വരുന്ന ഒരു കുഞ്ഞിന് പരിമളവാസന, മൂറോന്റെ പരിമളവാസനയാൽ അഭിഷേകം ചെയ്യുന്നു. അവൻ അവിടെ വെച്ച് മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ ആ വസ്ത്രത്തിന്റെ വസ്ത്രം അവന് ലഭിക്കുന്നു. അതുപോലെ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും, വെള്ളത്തിലും ആത്മാവ് കൊണ്ടും അവൻ മാമോദിസയേറ്റ് ദൈവത്തിന്റെ മകനും മകളുമായി തീരുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന ആ വിവാഹം നിശ്ചയിച്ച് മാമോദിസായുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ചിന്തിക്കുന്നത്. അപ്പൊ വെള്ളത്താലും ആത്മാവാലുമുള്ള ശുദ്ധീകരണത്താൽ ലഭിച്ച മൂറോന്റെ അഭിഷേകം, മഹത്വത്തിന്റെ വസ്ത്രം, ഇതൊക്കെ കാണിക്കുന്നത് മാമോദിസായിലെ മുഴുകലിലൂടെയാണ് ഇവ സാധ്യമാകുന്നത് എന്നാണ്. തന്മൂലം അവിടെ സഭയുമായിട്ടുള്ള ആ വിവാഹ നിശ്ചയം നടക്കുകയാണ്. ഇതിനെക്കുറിച്ച് സെറൂഗിലെ മോർ യാക്കോബ് പറയുന്നത്, രാജകീയ പുത്രൻ പീഡനത്തിൽ അല്ലെങ്കിൽ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്നതായ അവളെ വിവാഹം നടത്തുവാൻ ആഗ്രഹിക്കുകയും
തന്മൂലം അവളുടെ മാലിന്യങ്ങൾ കഴുകിക്കളയുവാൻ അവളെ നീരുറവയിലേക്ക് അയക്കുകയും ചെയ്തു. കൂടാതെ അവളെ സത്യമായിട്ടും വിവാഹ നിശ്ചയം ചെയ്യുവാൻ തീരുമാനിച്ച അവനെ സ്വീകരിക്കുവാൻ അവൾ നദിക്ക് വലയം വെക്കുകയും ചെയ്തു. അപ്പം അവളെ നീരുറവയിലേക്ക്, അവളുടെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് അവളെ സ്വീകരിക്കുവാൻ, അവളെ വിവാഹ നിശ്ചയം ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ മാമോദിസ എന്ന കൂദാശയിലേക്ക് അവളെ വിടുകയാണ്. അവിടെ വെച്ച് ശുദ്ധിയായി ഓരോ സഭയുടെ മക്കളും ആ ദൈവം, നമ്മൾ മണവാട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ മണവാളനായ ക്രിസ്തുവിനെ പ്രാപിക്കുവാൻ വേണ്ടി സഭ ഒരുക്കുന്നതായി സെറൂഗിലെ മോർ യാക്കോബ് പറയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കൃത്യമായിട്ടും വിവാഹ നിശ്ചയം ചെയ്യുവാൻ തീരുമാനിച്ച അവനെ സ്വീകരിക്കുവാൻ അവൾ നദിക്ക് വലയം വെച്ചു. അവളുടെ കണ്ണുകൾ ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന അവനിലായിരുന്നു. അതായത് കർത്താവിന്റെ മാമോദീസ കർത്താവ് ഏറ്റ് ആ കയറി വരുന്നതായ ആ മണവാളനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആ നദിയുടെ ചുറ്റും അവൾ നടന്നുവെന്നും അവളുടെ കണ്ണുകൾ അവനിലേക്കായിരുന്നുവെന്നും സെറൂഗിലെ മോർ യാക്കോബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. മോതിരം വാഴ്വിന്റെ ഈ ശുശ്രൂഷയിൽ ഈ ആശയം നമുക്ക് കാണാവുന്നതാണ്. ഇത് ഇന്ന് കുർബാനയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് പറഞ്ഞു പോകുന്നത്. നമ്മുടെ ക്രമത്തിലേക്കൊക്കെ പിന്നീട് വരുന്നതേ ഉള്ളൂ. അപ്പം അതിലെ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷയില് നമുക്ക് അവിടെ ചൊല്ലുന്നതായ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായിത്തീരുകയും ചെയ്ത സ്വർഗീയ മണവാളന സ്തുതി. അപ്പൊ ഇപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മണവാട്ടിയായ സഭയെക്കുറിച്ചുള്ളതായ വ്യാഖ്യാനം മാമോദീസായിലൂടെ സഭയിൽ പൂർത്തിയാവുകയാണ്. മാമോദീസായിലൂടെ ഒരംഗത്തിനെ പൂർണ്ണമായി അവൻ പൂർണ്ണതയിലേക്ക് അവനെ കൊണ്ടുവരുന്നു. അപ്പൊ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാ കളങ്കങ്ങളിൽ നിന്നും അവളെ കഴുകി വെടിപ്പാക്കി വിജയരക്തത്താൽ അവളെ വിവാഹ നിശ്ചയം ചെയ്തതായ ആ മണവാളിനെ സ്തുതിക്കുമ്പോൾ അപൂർണതയിലായിരുന്നു നമ്മളെ പൂർണ്ണരാക്കുന്നതിന് വേണ്ടി ആ ദൈവം ആ മാമോദീസായിലൂടെ നമ്മളെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ ആ വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ ആ സഭയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇപ്പൊ മാമോദീസ ശുശ്രൂഷയില് ഇതുപോലെ ഏകദേശം ഇതിനോട് താരതമ്യം പ്രാപിച്ചതായ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആശ്വാസകരവും ശാന്തകരവുമായ ജീവിതത്താൽ നല്ല അവസാനത്തിനും ക്രിസ്തീയമായ അന്ത്യത്തിനും അർഹത ലഭിക്കത്തക്കവണ്ണം നല്ല സംരക്ഷണയിലും പൂർണ്ണ വളർച്ചയിലും ഇവരെ എത്തിക്കണമേ എന്ന് മാമോദീസ ശുശ്രൂഷയിൽ നമ്മൾ ചൊല്ലുന്നതായ പ്രാർത്ഥനയിലുള്ളതാണ്. അപ്പം ആശ്വാസകരവും ശാന്തകരവുമായ ജീവിതത്താൽ നല്ല അവസാനത്തിനും ക്രിസ്തീയമായ അന്ത്യത്തിനും അർഹത ലഭിക്കത്തക്കവണ്ണം നല്ല സംരക്ഷണയിലും പൂർണ്ണ വളർച്ചയിലും ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മാമോദിസ മുങ്ങുന്ന വ്യക്തിയെ ആക്കി തീർക്കണമെന്ന് നമ്മൾ മാമോദിസ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ വിവാഹ ശുശ്രൂഷയിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനയിൽ പ്രകാരം പറയുന്നു, ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. അപ്പോൾ ഇവിടെ ഈ രണ്ട് പ്രാർത്ഥനകളിലും രണ്ട് ശുശ്രൂഷകളിലും പറയുന്നത് ഞങ്ങളുടെ മണവാളിനെ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ പൂർണ്ണനാക്കണം, മണവാട്ടിയെ ശ്രേഷ്ഠമാക്കണം. അപ്പോൾ ഈ കുദാശയിലൂടെ ലഭിക്കുന്നതായ ദൈവീക കൃപ എത്രമാത്രം ഉണ്ടെന്നും ആ ദൈവീക കൃപ ലഭിക്കുന്നതിന് വേണ്ടി അവർ പൂർണ്ണമാക്കപ്പെടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇപ്പം മാമോദീസായിലൂടെ നൽകപ്പെട്ട സംരക്ഷണവും ആ പൂർണ്ണ വളർച്ചയും ഇവരിൽ തുടരണമേ എന്ന് അവരുടെ വിവാഹ ശുശ്രൂഷയിലും സഭ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഒരു വിവാഹ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതായ വ്യക്തികള് രണ്ട് വ്യത്യസ്ത ഭവനങ്ങളിൽ നിന്നാണ് കടന്നു വരുന്നത്. എന്നാൽ അവര് വിവാഹ ശുശ്രൂഷയിലൂടെ ഒന്നായി തീരുമ്പോൾ അവര് പൂർണ്ണതയ്ക്ക് യോഗ്യരായി ശ്രേഷ്ഠരായി ആണ് അവര് മടങ്ങിപ്പോകുന്നത്. രണ്ട് ഭവനങ്ങളിൽ നിന്ന് ഒന്നിച്ചു വന്ന് ആ വിവാഹ ശുശ്രൂഷയിലൂടെ അവരെ സഭ ഒന്നാക്കുമ്പോൾ, ദൈവം അവരെ സംയോജിപ്പിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല അപ്പോൾ എന്നുള്ളതായ വാക്യത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം, രണ്ടായിട്ട് വരുന്നവർ ആ കൂദാശയിലൂടെ ഒന്നായി തിരിച്ച് പോകുമ്പോൾ അവരെ പൂർണ്ണത കൈവരിക്കുവാൻ അവർക്ക് ഇടയാവുകയാണ്. അപ്പോൾ മാമോദീസ എന്ന ആ കൂദാശയും
വിവാഹ കൂദാശയും തമ്മിൽ വളരെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. രണ്ടിലും പറയുന്നതായ ആശയങ്ങൾ കുറെ കാര്യങ്ങളിലെങ്കിലും സമാനതയുള്ളതായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് വിശുദ്ധ കുമ്പസാരവും വിവാഹ കൂദാശയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, മാമോദിസായ്ക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, കുറ്റങ്ങളെ, പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതായ കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. അപ്പം വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയും പുരുഷനും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് സഭ പറയുന്നത് ഈ കാരണം കൊണ്ടാണ്. കാരണം വിശുദ്ധ കുർബാന നിത്യതയിലേക്കുള്ള യാത്രാ ഭക്ഷണമാണ്. അപ്പോൾ ആ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ കുമ്പസാരിച്ച് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുടുംബം അവർക്ക് സ്വർഗീയമായ ആ ഭവനത്തിൽ എത്തിച്ചേരുവാനുള്ള ആ യാത്രാ ഭക്ഷണത്തെ കൈക്കൊണ്ടിട്ടാണ് അവർ അവരുടെ യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതം ഒരുമിച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് സ്ത്രീയും പുരുഷനും തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങളെ മുഴുവൻ കഴുകിക്കളയണമെന്നും കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുന്നവർ അനുഗ്രഹപ്രദമായ അടിസ്ഥാനമിടുവാൻ കുമ്പസാരം നടത്തണമെന്നും സഭ പറയുന്നതിന്റെ കാരണം അതാണ്. അവരുടെ പൂർവ്വകാല പാപങ്ങളെയൊക്കെ ഉപേക്ഷിച്ച്, അതുവരെ രണ്ട് വ്യക്തികളായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്, അവരുടെ പാപങ്ങൾ, അവരുടെ കുറവുകളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും ദൈവത്തിനെ സമർപ്പിച്ച് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു തീരുമാനം, ആ കുടുംബജീവിതം അങ്ങനെ ഐശ്വര്യപ്രദമാകുവാൻ കുമ്പസാരം എന്ന കൂദാശ വളരെ അത്യാവശ്യമാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതാണ്, വിവാഹം ഒരു വലിയ അടിപൊളി കാര്യമായിട്ട് നടത്തുന്നു, അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ അതിന്റെ ബാഹ്യമായ ആഘോഷങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത കൊടുത്തുകൊണ്ട് ആ വിവാഹ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്നതായ ആത്മീയതയ്ക്ക് മൂല്യച്യുതി വരുമ്പോൾ എത്ര ശ്രേഷ്ഠമായി നടത്തുന്ന വിവാഹങ്ങളും പിന്നീട് മുന്നോട്ട് പോകുവാൻ ഒരു തടസ്സമായി നിൽക്കുന്നതായി ഇന്ന് സമൂഹത്തിൽ, സഭയിൽ കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ കാരണം ഇതാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായ സ്ത്രീയും പുരുഷനും അവനിലുള്ള മാലിന്യങ്ങളെ മുഴുവനായിട്ട് കഴുകിക്കളഞ്ഞ് അവനെ വിശുദ്ധി വരുത്തിക്കൊണ്ട് അവൻ ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ അവിടെ ആ ദൈവിക സാന്നിധ്യം അവന് ലഭിക്കുന്നുള്ളൂ. എങ്കിലേ അവർക്ക് മുന്നോട്ട് ചരിക്കുവാനുള്ള ആ കൃപ ലഭിക്കുന്നുള്ളൂ, അവന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവുന്നുള്ളൂ. അല്ലാത്തതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വരുന്നതായിട്ട് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പം ബാഹ്യമായ ആചാരങ്ങളോ ശ്രേഷ്ഠതയോ ആ വിവാഹത്തിന് വിളിക്കുന്ന ആളുകളുടെ എണ്ണമോ അത് നടത്തുന്നതായ അല്ലെങ്കിൽ ആ രീതികളോ അല്ല. അതിലുപരിയായി ആത്മീയതയിൽ എപ്രകാരം നിന്നുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വിവാഹ കൂദാശയിൽ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണം. ഇതാണ് വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ പുരോഹിതന്മാരെ ചൊല്ലുന്നത്. എന്നാൽ ഈ മ്ലേച്ഛതയുമായിട്ടാണ് ഇവനിവിടെ നിൽക്കുന്നതെങ്കിൽ, അതായത് മ്ലേച്ഛത എന്ന് ഉദ്ദേശിക്കുന്നത് അവരുള്ള പാപങ്ങളെ കഴുകിക്കളയാതെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവൻ വിശുദ്ധ കുർബാനയുടെ അനുഭവം സ്വീകരിച്ചുകൊണ്ട് അല്ലാതെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നെങ്കിൽ അവനിൽ ഉള്ളതായ മാലിന്യങ്ങളിൽ നിന്ന് മുക്തിയാകാതെ അവൻ അത് എപ്രകാരം പ്രാപിക്കും, അവിടെ എങ്ങനെ ദൈവം ഇറങ്ങി വസിക്കും എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അപ്പം കുമ്പസാരത്തിലൂടെ ഈ മാലിന്യങ്ങളെ നീക്കിക്കളയുവാനും പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും സാധിക്കണം. അതുവഴി വിവാഹിതരാകുന്ന പുരുഷനും സ്ത്രീയും അവരുടെ ഹൃദയങ്ങളെ വിശുദ്ധിയാൽ സംയോജിപ്പിക്കുവാൻ, അതുപോലെ തന്നെ പാവനമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ ആ കുമ്പസാരം എന്ന കൂദാശയിലൂടെ അവരെ തന്നെ വെടിപ്പായി വേണം വിശുദ്ധ വിവാഹ കൂദാശയിലേക്ക് കടന്നു വരേണ്ടത്. അപ്പം വിവാഹ കൂദാശയും കുമ്പസാരവുമായി എപ്രകാരമാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ളത് വിവാഹ കൂദാശയും വിശുദ്ധ കുർബാനയും തമ്മിലുള്ളതായ ബന്ധമാണ്. നമുക്കറിയാം, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഏറ്റവും ആഴമേറിയ പങ്കുചേരൽ നടക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്.
അതുകൊണ്ടാണ് വിവാഹത്തിന്റെ പരിശുദ്ധി വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് സഭാപിതാവായ എഫ്രേം പറയുന്നത്. അപ്പോൾ ദൈവവും സഭയുമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ആ പങ്കുചേരൽ വിശുദ്ധ കുർബാനയിൽ നടക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് സഭാപിതാവ് പറയുന്നത് വിവാഹത്തിന്റെ പരിശുദ്ധി വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചല്ലോ, ഈ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വിവാഹ ശുശ്രൂഷകളൊക്കെ നടന്നിരുന്നത്. എന്നാൽ പിന്നീട് അതൊരു കുദാശയായി മാറ്റപ്പെട്ടപ്പോൾ ആ വിശുദ്ധ കുർബാനയുമായിട്ട് തന്നെ അത് ചേർന്ന് നിൽക്കുകയാണ്. അപ്പം പുതുതായി അവിടുത്തെ ശരീരം നമ്മുടെ ശരീരവുമായി പുതുതായി കലർത്തപ്പെട്ടു. അതായത് കർത്താവിന്റെ ശരീരം നമ്മുടെ ശരീരമായി പുതുതായിട്ട് കലർത്തപ്പെട്ടു. അവിടുത്തെ ശുദ്ധരക്തം നമ്മുടെ സിരകളിലേക്കും തന്റെ കാരുണ്യത്താൽ അവിടുന്ന് പൂർണ്ണമായും നാമുമായി കലർത്തപ്പെട്ടു. അപ്പൊ ഇതൊക്കെ അപ്പുറം പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ കർത്താവിന്റെ രക്തം സഭയുമായിട്ട് കലർത്തപ്പെട്ട് അതിനെ യോജിപ്പിച്ച് ശുദ്ധീകരിച്ചു. ആ രക്തത്തിൽ നിന്നുള്ള അനുഭവം ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ക്രൂശീകരണം സഭയുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തെ കാണിക്കുന്നുവെന്ന് സെറൂഗിലേമോർ യാക്കോവും പറയുന്നുണ്ട്. കർത്താവിന്റെ ക്രൂശീകരണം സഭയുമായിട്ടുള്ളതായ വിവാഹ നിശ്ചയത്തെ കാണിക്കുന്നു. അപ്പം മണവാളനായ മെശിഹ മണവാട്ടിയായ തന്റെ സഭയ്ക്ക് തന്റെ ശരീരരക്തങ്ങൾ സ്ത്രീധനമായി നൽകിയെന്നാണ് പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത്. അതാണ് കർത്താവ് സഭയ്ക്ക് കൊടുത്ത സ്ത്രീധനം, തന്റെ ശരീര രക്തങ്ങൾ. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ ഉപയോഗിക്കുന്ന, നമ്മൾ കുർബാനയുടെ ക്ലാസ്സിലൊക്കെ കണ്ടു, ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശൗത്തോഫൂസോ എന്ന് പറയുന്ന വാക്ക്. വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന സുറിയാനി പദമാണ് ശൗത്തോഫൂസോ. ഈ സുറിയാനി പദത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത് സംബന്ധം അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ, അനുഭവിക്കൽ, കമ്മ്യൂണിയൻ എന്നൊക്കെയാണ്. സംബന്ധം അല്ലെങ്കിൽ അനുഭവിക്കൽ, പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിയൻ എന്നൊക്കെയാണ് ശൗത്തോഫൂസോ എന്ന് പറയുന്നതായ സുറിയാനി പദത്തിന്റെ അർത്ഥം. വളരെ ആഴമേറിയതും അതുപോലെ വ്യക്തിപരമായ ഒരുപാട് അർത്ഥങ്ങളുള്ളതായ ഒരു വാക്കാണ് ശൗത്തോഫൂസോ. വിശുദ്ധ കുർബാനയിൽ ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ സംബന്ധത്തിന് ഇത് ഉപയോഗിക്കുമ്പോൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാക്ക് പരസ്പര ബന്ധം അല്ലെ ലൈംഗിക കർമ്മം, സെക്ഷൽ യൂണിയൻ അല്ലെങ്കിൽ കോപ്പുലേഷൻ എന്നീ അർത്ഥങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധമെന്നും അനുഭവമെന്നും പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ അത് വിവാഹ ശുശ്രൂഷയിൽ ഈ വാക്ക് അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ പരസ്പര ബന്ധം, ലൈംഗിക കർമ്മം എന്നീ രൂപത്തിൽ അല്ലെങ്കിൽ എന്നീ കാര്യങ്ങളിൽ വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വിവാഹ ജീവിതത്തിലെ ശാരീരിക ബന്ധത്തെക്കാൾ ഉപരിയായി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശാരീരിക, മാനസിക, ആത്മീയ ബന്ധത്തെ കുറിക്കുവാനാണ് ഈ പദം കൂടുതലായിട്ട്, ശൗത്തോഫൂസോ എന്ന പദം കൂടുതലായിട്ട് ഉപയോഗിക്കുക. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശാരീരിക, മാനസിക, ആത്മീയമായ ബന്ധം. ഇപ്പൊ സ്ത്രീ പുരുഷന്മാരുടെ ശാരീരിക, മാനസിക ബന്ധം അവരുടെ കുടുംബജീവിതത്തെ ശ്രേഷ്ഠതയോടെ മുന്നോട്ട് നയിക്കുവാൻ അവർ തമ്മിലുള്ള ആത്മീയ ബന്ധം വളരെ അത്യാവശ്യമാണ്. അതാണ് അവരെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നത്. അപ്പം ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ആ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ആത്മീയമായ ബന്ധമുണ്ടാവണം. ആ ആത്മീയമായ ബന്ധം അവരെ ദൈവവുമായിട്ട് കൂടുതലായിട്ട് അടുപ്പിക്കുന്നു. അപ്പം ദമ്പതികളുടെ ഈ ആത്മീയ ബന്ധം അവരെ വിശുദ്ധ കുർബാനയുമായി ബന്ധിപ്പിക്കുക. പരിശുദ്ധ സുറിയാനി സഭ വിവാഹത്തെ കുർബാനയോട് ചേർത്ത് കാണിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലെ ഒരു കാരണമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലൂടെ സംജാതമാകുന്ന കൂട്ടായ്മയാണ്. അതായത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വ്യക്തിയും ക്രിസ്തുവും തമ്മിൽ ഒരു ശരീരമാകുന്ന കൂട്ടായ്മ. നമുക്കറിയാമല്ലോ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ ക്രിസ്തുവും നാവുമായിട്ടുള്ള ഒരു വലിയ ബന്ധം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വാക്യത്തില് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കും, ഞാൻ അവനിലും വസിക്കും. അപ്പൊ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവനിൽ ഞാനും, അല്ലെങ്കിൽ അവൻ എന്നിൽ വസിക്കും, ഞാൻ അവനിൽ വസിക്കും. അപ്പോൾ ആ ഒരു ബന്ധം, ആ ഒരു കൂട്ടായ്മ വിശുദ്ധ കുർബാനയിൽ നമുക്കറിയാം.
അപ്പൊ ക്രിസ്തുവിനെ അനുഭവിക്കുന്നവനും ക്രിസ്തുവുമായി ഒന്നായി തീരുന്നത് പോലെ വിവാഹ കൂദാശയിലൂടെ പരസ്പരം സംയോജിപ്പിക്കപ്പെടുന്ന പുരുഷനെയും സ്ത്രീയെയും കുറിച്ച് സുവിശേഷങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ക്രിസ്തുവിൽ അവർ തമ്മിൽ ഉണ്ടാകുന്നത് പോലെ വിവാഹ കൂദാശയിലൂടെ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതായ വ്യക്തികൾ തമ്മിൽ ഉള്ളതായ ഒരു കൂട്ടായ്മ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ ഇരുവരും ഒരു ജഡമായി തീരും. ഇതേ ആശയം പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഇരുവരും പൗലോസ്ലീഹായും പറയുന്നത് ഇത് തന്നെയാണ്, ഇരുവരും ഒരു ശരീരമായി തീരും. അപ്പോൾ ഒരു ശരീരമായി തീരുന്ന ആ വലിയൊരു കൂട്ടായ്മ ക്രിസ്തുവിനെ അനുഭവിച്ചതായ ഒരു വ്യക്തിയിൽ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ നിലനിൽക്കുമ്പോൾ എപ്രകാരമാണോ ആ ക്രിസ്തു അവനിൽ വസിക്കുന്നത്, അതുപോലെ തന്നെ വിവാഹ കൂദാശയിലൂടെ ഒരു ജഡമായി തീരുന്ന വ്യക്തികളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ അവരിൽ വന്നു ചേരണമെങ്കിൽ അവർ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് അത് സ്വീകരിക്കേണ്ടതാണ്. ഇതിൽ നിന്നും ഒരാൾ മറ്റൊരാളോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിക്കുവാനാണ് അഫ്രേം ഇപ്രകാരം പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം ഒരാൾ മറ്റൊരാളുമായി അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയുവാൻ അഫ്രേം പറയുന്നതായ കാര്യം, മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി രണ്ട് വ്യക്തികളായി ആണ് ദൈവം സൃഷ്ടിച്ചത്. ഇപ്പൊ മനുഷ്യൻ അവരെ രണ്ട് വ്യക്തികളായി സ്ത്രീയും പുരുഷനുമായിട്ടുമാണ് ദൈവം സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കത് വായിച്ചറിയാം. അവർ രണ്ട് വ്യക്തികളാണെങ്കിലും ഒരു ശരീരമാണ്. വിശുദ്ധ കുർബാനയിലോ അനുഭവത്തിലൂടെ നാം ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ. അപ്പം അവർ രണ്ട് വ്യക്തിയാണെങ്കിലും ആ വിവാഹ കൂദാശയിലൂടെ അവർ ഒരു വ്യക്തിയായി ഒന്നായി മാറുന്നത് പോലെ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുമ്പോൾ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നത് പോലെ തന്നെ, അല്ലെ ക്രിസ്തു നമ്മിലും നമ്മൾ ക്രിസ്തുവിലും വസിക്കുന്നത് പോലെ ആ വിശുദ്ധ കുർബാനയുമായിട്ട് വിവാഹ കൂദാശയ്ക്കുള്ള ബന്ധം അതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കാൽവരി കുരിശിലെ ബലിയർപ്പണത്തോടെയാണ് ക്രിസ്തു മണവാട്ടിയായ സഭയുമായിട്ടുള്ള കൂട്ടായ്മയെ പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കുന്നത്. അപ്പൊ ആ ക്രൂശിലെ ബലി, ആ സ്ലീബായിലുള്ള ആ കുരിശിലുള്ള തന്റെ ബലിയർപ്പണം, മണവാട്ടിയായ സഭയ്ക്ക് സ്ലീബായിലൂടെ രക്ഷയും സംരക്ഷണവും ലഭിച്ചതുപോലെ സ്ലീബായുടെ അടയാളത്താൽ വാഴ്ത്തപ്പെടുന്ന കിരീടങ്ങൾ ധരിക്കപ്പെടുന്നതോടുകൂടി സ്ലീബായുടെ സംരക്ഷണം ഒരു മണവാളനും മണവാട്ടിക്കും ലഭിക്കുകയാണ്. നമ്മൾ കിരീടങ്ങളെ വാഴ്ത്തുന്നത് സ്ലീബ, അതിനു മുമ്പ് പ്രാർത്ഥനയുണ്ട്, അതുപോലെ സ്ലീബായുടെ രൂപത്തിൽ അത് വാഴ്ത്തിയാണ് ആ കിരീടങ്ങളെ അണിയിക്കുന്നത്. അപ്പം സ്ലീബ വിവാഹ നിശ്ചയത്തിനുള്ള ഒരടയാളമായിട്ട് മാറിയെന്ന് സെറൂഗിലെ മോർ യാക്കോബ് പറയുന്നുണ്ട്. വിവാഹ നിശ്ചയത്തിനുള്ള ഒരടയാളമായി സ്ലീബ മാറിയിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു, സമ്പന്നനായവൻ സാധുവിന്റെ മകളെ വിവാഹം ചെയ്ത് അവളുടെ പേര് തന്റെ പേരിനൊപ്പം ചേർക്കുകയും അവളെ തന്റെ എല്ലാ അവകാശത്തിനും ഉടമയാക്കുവാൻ വേണ്ടി അവൾക്ക് താക്കോൽ നൽകുകയും ചെയ്തു. അവൻ അവളെ ഭൂമിയിലെ ദ്രവ്യങ്ങളുടെയും സ്വർഗീയ നിക്ഷേപങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചതുവഴി താഴെയും മുകളിലുമായി കൽപ്പിക്കപ്പെടാത്ത സകലത്തിന്റെയും ചുമതലക്കാരിയായി അവൾ മാറി. സഭയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ അവളെ വിവാഹം ചെയ്ത് സാധാരണ സാധു സ്ത്രീയായ അവളെ സമ്പന്നനായവൻ വിവാഹം ചെയ്യുകയാണ് ദൈവസഭയെ വിവാഹം ചെയ്തതിനെ കുറിച്ച്. എന്നാൽ അവൾക്ക് ഈ ഭൂമിയിലും സ്വർഗത്തിലുമുള്ളതായ പല കാര്യങ്ങളിലും അവൾക്ക് അവകാശം നൽകുകയാണ്. തന്റെ നിക്ഷേപങ്ങൾ, തനിക്കുള്ളതിന്റെയും ഒക്കെ അവകാശം അവളെ ഏൽപ്പിച്ചു, ആ ചുമതല അവളെ ഏൽപ്പിക്കുകയാണ്. അപ്രകാരം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതായ സഭ, ആ സഭയിലെ മക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മണവാട്ടിയായി സഭയ്ക്ക് ലഭിച്ച അധികാരങ്ങളും ചുമതലകളും ആ സ്ലീബായുടെ അടയാളത്താൽ മുദ്രിതമായി അണിയിക്കപ്പെട്ടിരിക്കുന്ന ആ കിരീടങ്ങൾ ഒരു മണവാട്ടിയും മണവാളിനും ധരിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ വലിയ സംരക്ഷണവും ആ ക്രിസ്തുവിന്റെ വലിയ അടയാളമായ ആ സ്ലീബായുടെ ആ വലിയ സംരക്ഷണവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവാഹം നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണല്ലാതെ മാനുഷികമായ മോഹങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല.
മോർ ഇവാനിയോസ് പഠിപ്പിക്കുന്നത് കിരീടം മനുഷ്യന്റെ മോഹങ്ങളെ ദൂരീകരിക്കുന്നതിന്റെ ദൃഷ്ടാന്തം എന്താണ്. അപ്പം ആ കിരീടം മനുഷ്യന്റെ മോഹങ്ങളെ ദൂരീകരിച്ച് അവരെ ഏറ്റവും ശ്രേഷ്ഠമാക്കുന്നതാണ് ആ കിരീടങ്ങൾ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നപ്പോൾ വിവാഹ ജീവിതത്തിലൂടെ ഒരു പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായിരിക്കുന്ന അനേക ഘടകങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിച്ചത്. അതിൽ മാമോദിസായുമായിട്ടുള്ളതായ അവരുടെ ബന്ധം, മാമോദിസായിലൂടെ അവിടെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ തന്നെ വിവാഹിത കൂദാശ എന്ന് പറയുന്ന കൂദാശയുടെ ആ പവിത്രതയും ശ്രേഷ്ഠതയും അവരുടെ ജീവിതത്തിൽ നിലനിർത്തണമെന്നും, അതുപോലെ തന്നെ കുമ്പസാരം എന്നതായ ആ കൂദാശയിലൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ദൈവിക ചൈതന്യത്തിന്റെ ശ്രേഷ്ഠതയും, കർത്താവിന്റെ ശരീര രക്തങ്ങളെ അനുഭവിച്ചുകൊണ്ട് അവര് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ക്രിസ്തു അവരുടെ ജീവിതത്തിൽ അവരിൽ വസിക്കുമ്പോൾ ആ കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത, ആ കുടുംബജീവിതത്തിന്റെ ഏറ്റവും നല്ലതായ കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി മുന്നോട്ട് നയിക്കുവാൻ അവർക്കത് സഹായകമായി തീരും. ഈ കാര്യങ്ങളാണ് ഇന്ന് ഇതുവരെ നമ്മൾ ചിന്തിച്ചത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഇതിൻ്റെ അടുത്ത ക്ലാസ്സുകൾ അടുത്ത വെള്ളിയാഴ്ച ന്യൂയോർക്ക് ടൈം 8:30 തന്നെ ഉണ്ടായിരിക്കും. കഴിവുള്ളിടത്തോളം ആളുകൾ ഇതിൽ പങ്കുചേരണമെന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഇന്ന് പ്രത്യേകമായിട്ട് ഇതിൻ്റെ വിവാഹ കൂദാശയുടെ ഇൻട്രഡക്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നീടുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ദൈവകൃപയാൽ വിശദീകരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവാസവും കർത്താവ് ഞങ്ങൾ എല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.